ആഫ്രിക്കയിൽ 90% ആളുകളും ബ്രാ യൂസ് ചെയ്യില്ല. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഞാൻ പറയാ എക്സാമ്പിൾ ഞാൻ തന്നെ എനിക്കിപ്പോ ഞാൻ വീട്ടിൽ ബ്രാ ഇടാൻ നടക്കുവാണെങ്കിൽ ഇതാണ് ന്യൂ ജനറേഷൻ. ആരെങ്കിലും വീട്ടിലേക്ക് പുറത്തുനിന്ന് കുറച്ച് മലയാളീസ് വരുവാണെങ്കിൽ ഉറപ്പായും ഞാൻ ആദ്യം പോയിട്ട് ബ്രാ എടുത്തിട്ടാണ് വരിക. അതെന്തുകൊണ്ടാ അവരെന്നെ നോക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു, മനസ്സിലായോ? അല്ലെ അവര് വേറെ രീതിയിൽ അത് ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മലയാളീസ് അവിടെയുള്ള ആൾക്കാരുടെ ചിന്താഗതിയും കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ടുണ്ട്. കാരണം ഇവരിത് ഡെയിലി കാണുന്നതാണ്. ബ്രാ ഇടാതെ പലതരത്തിലും പല ഷേപ്പിലും ഈവൻ ഇപ്പോൾ കാണാം, അങ്ങനെ നെറ്റ് പോലെ ഇരിക്കുന്ന. നീ എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്തോന്ന് എന്തോന്ന്? ഫുൾ നേക്കഡ്. ഫുൾ നേക്കഡ്. പോടാ. രണ്ട് ശരീരവും ഒരു ആത്മാവുമാണ്. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കാണെങ്കിൽ പോലും ഞാൻ അവിടെ നടക്കുന്ന സമയത്ത് പല സമയത്തും ഇല്ല. പക്ഷെ ഞാൻ വീഡിയോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായും ഞാൻ ബ്രൈഡാതെ എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അത് ഭയങ്കര ഒരു സംരക്ഷിക്കപ്പെടേണ്ടതാണ് അങ്ങനെയൊക്കെ ചിന്തകൾ എന്തോ ഈ പറഞ്ഞ സൊസൈറ്റിന്നോ അല്ലെ ഞാൻ കേട്ടതും കണ്ടതും അതങ്ങനെ ആയിരിക്കും. പക്ഷെ പിന്നീട് ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവെ അങ്ങനെ ഒരു നാണം അങ്ങനെയുള്ള ഫീലിങ്സ് ഭയങ്കര കുറവാണ്. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ഒരുപാട് ഇഷ്ടം. പീരീഡ്സ് ടൈം ഉണ്ടല്ലോ, ആ ടൈമിലൊക്കെ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്തു പോകുന്നത്? എങ്ങനെയാണ്? എൻ്റെ ഒരു ഭാഗ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പീരീഡ്സിന് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത് യാത്ര ചെയ്യാൻ എനിക്കങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് പീരീഡ്സ് ഇല്ലല്ലോ, അപ്പൊ അവർക്ക് എത്ര പറഞ്ഞാലും അതെന്താന്ന് മനസ്സിലാവില്ല. ആ ഒരു ഫീലാണ് എനിക്ക് സത്യം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ലാതെ എനിക്ക് ഒരു വേദനയോ അല്ലെ മൂഡ് സ്വിങ്ങോ ആങ്കർ ഇഷ്യൂസോ അല്ലെങ്കിൽ ബാക്ക് പെയിൻ, പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ബാക്ക് പെയിന്, കാല് വേദന എടുക്കുന്നു, പല ബോഡി പാർട്സ് പെയിൻ ഉണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല കേട്ടോ. സോ ഞാൻ ബോഡി ഫുള്ള് വൈപ്പ് ചെയ്താണ് എടുക്കുന്നത് പല സമയങ്ങളിലും. അപ്പോൾ ഒരു ചില ടൈമിൽ ഒരു 5 days ഒക്കെ ആ വൈപ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വീക്കിലി വൺസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കുളിച്ചിട്ടുണ്ടാവുക. സമ്പൂർണ്ണ ചാറ്റരട ബന്ദർക്ക ബട്ട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.